എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 14-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ലിസ്റ്റിലുള്ള ഗുണഭോക്താക്കൾക്ക് 2 ലക്ഷം രൂപ അധിക സഹായം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇതിനായി 5 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചതായും മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാർക്ക് ഈ സാമ്പത്തിക വർഷം ബോണസ് നൽകുന്നതിന് സംബന്ധിച്ച് മാർഗരേഖ പുറപ്പെടുവിച്ചതായും അദ്ദേഹം പറഞ്ഞു. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരും എന്ന പേരിൽ വൻ തട്ടിപ്പാണ് നടന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് സംബന്ധിച്ച് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഇത് സംബന്ധിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്നും മുൻ സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ല. കൊട്ടേഷൻ വിളിക്കാതെയാണ് സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയത്. മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ GST വെട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ അന്വേഷണം നടത്തിയിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ഉചിതമായ ഏജൻസി പ്രാഥമിക അന്വേഷണം നടത്തും. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിപുലമായ തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായം വേണം എങ്കിൽ ആ തരത്തിലുള്ള അന്വേഷണവും നടക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചക വിതരണത്തിന്റെ ലഭ്യത ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ തേടി സംസ്ഥാന സർക്കാർ. ഉത്സവ സീസണിൽ ഇന്ധന ആവശ്യകത കുത്തനെ ഉയരുന്ന സാഹചര്യം കണക്കിലെടുത്ത് ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗിൽ കാത്തിരിക്കുന്ന കാലയളവ് വെട്ടിച്ചുരുക്കണമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് മന്ത്രി ഔദ്യോഗികമായി കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ഓയിൽ കമ്പനികളിൽ നിന്നും ഗ്യാസ് കണക്ഷൻ എടുത്തവർ സബ്സിഡിക്ക് വേണ്ടി ഈ മാസം 16-നകം KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന പ്രചരണം ശരിയല്ല എന്ന് ഓയിൽ കമ്പനികളും പൊതുവിതരണ വകുപ്പും വ്യക്തമാക്കി. ഒരാളുടെ പേരിൽ ഒന്നിലധികം കണക്ഷൻ എടുത്തവരെയും മറ്റുള്ളവരുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കാത്തവരെയും ഫിൽറ്റർ ചെയ്ത് മരണപ്പെട്ടവരുടെ കണക്ഷൻ അനന്തരാവകാശികളുടെ പേരിലേക്ക് മാറ്റുന്നതും ഉദ്ദേശിച്ചാണ് അപ്ഡേഷൻ നടത്തുന്നത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഗ്യാസ് കണക്ഷൻ എടുത്തവരുടെ പേരിൽ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള സബ്സിഡി പ്രധാനമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുള്ള പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. 14.2 കിലോഗ്രാം സിലിണ്ടറിന് 300 രൂപ വീതമാണ് നേരിട്ടുള്ള സബ്സിഡി അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാകുന്നത്. ഈ സംവിധാനം 5 കിലോഗ്രാം സിലിണ്ടറിന് തുകയുടെ അനുവാദമായിട്ട് സബ്സിഡി കുറയും. 2026 ജൂൺ 7-ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ച് പ്രതിവർഷം പരമാവധി 1200 രൂപ മാത്രമാണ് ഉജ്ജൽ യോജന ഉള്ളവർക്കും സബ്സിഡി ഉള്ളത്. എന്നാൽ സാധാരണ കണക്ഷൻ ഉള്ളവർക്ക് യാതൊരുവിധ സബ്സിഡിയും നൽകുന്നില്ല. വില നിയന്ത്രിക്കുന്നതിനാൽ ഉപഭോക്താവിന് വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ സിലിണ്ടർ ലഭ്യമാകുന്നുണ്ട് എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനും ഓയിൽ കമ്പനികൾക്കും ഉള്ളത്. നേരത്തെ KYC അപ്ഡേഷൻ ചെയ്ത ഗാർഹിക കണക്ഷൻ ഉള്ളവർ ഇപ്പോൾ വീണ്ടും ചെയ്യേണ്ടതില്ല. എന്നാൽ കേന്ദ്രം 2026 മാർച്ചിൽ ഇറക്കിയ ഉത്തരവ് പ്രകാരം KYC ചെയ്യാത്തതിന്റെ പേരിൽ സിലിണ്ടർ വിതരണം തടസ്സപ്പെടില്ലെന്ന് പറഞ്ഞിരുന്നു എങ്കിലും KYC ചെയ്യാത്തവർ സമയപരിധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കുന്നതാണ് സുരക്ഷിതം എന്നാണ് ഗ്യാസ് വിതരണക്കാർ വിശദീകരിക്കുന്നത്. മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടർ വഴിയോ ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ട് പോയോ ഈ KYC പൂർത്തീകരിക്കാം. ഓൺലൈനിൽ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് ഗ്യാസ് ഏജൻസി ജീവനക്കാർ വഴിയും അപ്ഡേഷൻ ചെയ്യാം. ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ കയ്യിൽ ഉണ്ടായിരിക്കണം. രാജ്യത്താകെയുള്ള ഗാർഹിക ഗുണഭോക്താക്കളിൽ 30% വ്യാജ കണക്ഷനുകളാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. ഇത്തരക്കാരെ കണ്ടെത്തി പുറത്താക്കി പുതിയ അപേക്ഷകർക്ക് കണക്ഷൻ നൽകുന്നതിനാണ് ഇപ്പോൾ KYC നിർബന്ധമാക്കിയിരിക്കുന്നത്. KYC ചെയ്യാത്ത കണക്ഷനുകൾ വ്യാജമാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം അവരെ കണക്ഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്ന സാഹചര്യം ഭാവിയിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ KYC നടപടി എല്ലാവരും പൂർത്തീകരിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില രാവിലെ കൂടുകയും ഉച്ചയ്ക്ക് ശേഷം കുറയുകയും ചെയ്തു. രാവിലെ 200 രൂപയാണ് കൂടിയത്. ഉച്ചയ്ക്ക് ശേഷം 1200 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 1,12,640 രൂപയായി.
ഗ്രാമിന് 140 രൂപയെ കുറഞ്ഞ് 14,080 രൂപയാണ് നിലവിലെ വില. KSRTC യാത്രകൾക്ക് ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയോ നീണ്ട ക്യൂ നിൽക്കുകയോ വേണ്ട. അത്യാധുനിക AI സംവിധാനത്തോടു കൂടി വാട്സപ്പിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ KSRTC അവതരിപ്പിച്ചിരിക്കുന്നത്. യാത്ര ചെയ്യേണ്ട സ്ഥലം, തീയതി, സമയം, ബസ് സർവീസ്, ഇഷ്ടമുള്ള സീറ്റ് എന്നിവ വാട്സപ്പ് ചാറ്റിലൂടെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ്. തുടർന്ന് സുരക്ഷിതമായ പേയ്മെന്റ് പൂർത്തിയാക്കിക്കൊണ്ട് നിങ്ങളുടെ ടിക്കറ്റും ഉറപ്പിക്കാം. ഓൺലൈൻ പേയ്മെന്റ് പൂർത്തിയാക്കുന്നതോടുകൂടി ഈ ടിക്കറ്റും PNR വിവരങ്ങളും നമുക്ക് വാട്സപ്പിൽ തന്നെ ലഭ്യമാകുന്നതാണ്. യാത്രക്കാർക്ക് വേഗത്തിലും ലളിതവുമായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സംവിധാനമാണ് ഇപ്പോൾ വാട്സപ്പിലൂടെ KSRTC ഒരുക്കിയിട്ടുള്ളത്. ഏത് സാധാരണക്കാരനും വാട്സപ്പ് ചാറ്റിലൂടെ ബുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിലെ സവിശേഷത. 9447 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ചാറ്റിങ്ങിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. പ്രത്യേക ആപ്പോ രജിസ്ട്രേഷനോ ഇതിനു വേണ്ടി ആവശ്യമില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ഭേദഗതി വന്നിട്ടുണ്ട്. നേരത്തെ 18 വയസ്സിൽ ലൈസൻസ് എടുത്തിട്ടുള്ള ആളുകൾക്ക് 40ാമത്തെ വയസ്സിലായിരുന്നു ഇത് പുതുക്കേണ്ടി വന്നിരുന്നത്. 20 വർഷത്തിന് ശേഷമായിരുന്നു ഇത് പുതുക്കേണ്ടി വന്നിരുന്നത്. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. ലൈസൻസ് എടുക്കുന്ന ആളുടെ പ്രായത്തിനനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കേണ്ടി വരിക. 25 വയസ്സിന് ശേഷം എടുക്കുകയാണ് എങ്കിൽ 40ാം വയസ്സിൽ ലൈസൻസ് പുതുക്കേണ്ടി വരും. 15 വർഷമാണ് സാവകാശം ലഭിക്കുക. ഇനി 30 വയസ്സിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് എങ്കിൽ അപ്പോഴും 40ാം വയസ്സിൽ പുതുക്കേണ്ടി വരും. 40 വയസ്സിലാണ് ലൈസൻസ് എടുക്കുന്നത് എങ്കിൽ 50ാം വയസ്സിലും, 55 വയസ്സിന് ശേഷമാണ് ലൈസൻസ് എടുക്കുന്നത് എങ്കിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും ലൈസൻസ് പുതുക്കേണ്ടി വരും. ഹെവി വാണിജ്യ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ലൈസൻസ് പുതുക്കുന്നതിനുള്ള സമയം 3 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി ദീർഘിപ്പിച്ചിട്ടും ഉണ്ട്. ഓണപ്പെൻഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി ഓഗസ്റ്റ് 15 അതുപോലെ തന്നെ ഞായറാഴ്ച അവധിക്ക് ശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 15ാം തീയതി അവധിയാണ്, പിറ്റേന്ന് ഞായറാഴ്ചയുമാണ്. അതിനുശേഷം തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആയിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക, അല്ലെങ്കിൽ അതിന്റെ അറിയിപ്പ് വരിക എന്നുള്ളതാണ് വിവരം. സംസ്ഥാനത്ത് ഓണപ്പെൻഷൻ കാത്തിരിക്കുന്നതോടൊപ്പം നമ്മൾ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. മസ്റ്ററിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യണം. ഇനി ചെയ്തിട്ടില്ല എങ്കിൽ അഥവാ ചെയ്യുന്ന സമയത്ത് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം കിട്ടാതെ വരും. അടുത്ത മാസം 30ാം തീയതി വരെയാണ്, അതായത് സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. ഇപ്പോൾ ഈ മാസം കൂടുതൽ അവധി ദിവസങ്ങളൊക്കെ അക്ഷയകളൊക്കെ അടച്ചിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നേരത്തെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക. അക്ഷയയിൽ ചെയ്യാൻ കഴിയാത്തവർക്ക് വീടുകളിലെത്തി ജീവനക്കാർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ്. അതിന് വീട്ടിലെ മറ്റ് അംഗങ്ങൾ മുൻകൈയെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകാത്തവർക്ക് പെൻഷൻ മുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ട്. അവർ നിർബന്ധമായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. ഇപ്പോൾ നൽകിയാൽ പോലും ഈ ഓണപ്പെൻഷൻ അവർക്ക് മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയതായിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കണം എന്നുള്ളതാണ്. നിലവിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ എത്തുന്നവർ മാത്രമല്ല, കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളെല്ലാം പുതിയ ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല. പക്ഷേ വീടുകളിലേക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നത് നിർത്തുന്നതിന് വേണ്ടി ധനവകുപ്പ് തീരുമാനിക്കുകയും അതിന്റെ ഉത്തരവ് ഇറങ്ങുകയും ചെയ്തിരുന്നു. ഈ മാസവും അടുത്ത മാസമൊക്കെ വീടുകളിലേക്ക് നമുക്ക് ഇതുവരെ ലഭിച്ചിരുന്നത് പോലെ തന്നെ പെൻഷൻ ലഭിക്കും. അത് കഴിഞ്ഞാൽ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ദേശസാൽകൃത ബാങ്കിൽ നിങ്ങളെല്ലാവരും ഒരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കിടപ്പ് രോഗികൾക്കും വികലാംഗർക്കും പെൻഷൻ വീട്ടിൽ എത്തിച്ചു നൽകും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് എന്താണ് ചെയ്യേണ്ടി വരിക എന്നൊക്കെ അറിയിപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. പോസ്റ്റ് ഓഫീസ് വഴി അത് പെൻഷൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. അവർക്ക് പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് അക്കൗണ്ട് ഒന്നും എടുക്കേണ്ടി വരില്ല. നിങ്ങളുടെ അഡ്രസ്സിലേക്ക് മണി ഓർഡർ ആയിട്ട് അയക്കുന്ന രീതിയായിരിക്കും ഉണ്ടാകുക. പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് അക്കൗണ്ട് എടുത്താൽ ആ ഒരു രീതിയിൽ ബാക്കിയുള്ളവർക്കെല്ലാം പെൻഷൻ എത്തുന്ന രീതിയാണ് ഉണ്ടാവുക. കൃത്യമായിട്ടുള്ള അറിയിപ്പ് ലഭിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. പെൻഷൻ വിതരണം ഇനി ഓഗസ്റ്റ് മാസ പെൻഷൻ വിതരണം 25-ന് മുമ്പ് പൂർത്തീകരിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. അതിനുള്ളിൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയും വിതരണം പൂർത്തീകരിക്കുകയും ചെയ്യുന്നതാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ റേഷൻ കട വഴി ഓണം സ്പെഷ്യൽ അരികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ റേഷൻ കാർഡിനും കൂടുതൽ വിഹിതങ്ങൾ ഉണ്ട്. മഞ്ഞ റേഷൻ കാർഡിന് ഭക്ഷ്യകിറ്റാണ് എങ്കിൽ നീല, വെള്ള, പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് അധിക അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ ചില അരികൾ അധികം വേവിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. അതായത് പുറത്ത് പൊതുവിപണിയിൽ നിന്നും ലഭിക്കുന്ന വേവ് കുറഞ്ഞിട്ടുള്ള അരിയാണത്. അത് കുക്കറിലൊക്കെ വേവിക്കുമ്പോൾ സൂക്ഷിക്കണം, അത് വേവ് ഏറിപ്പോവാൻ സാധ്യതയുണ്ട് എന്ന്
സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് റേഷൻ കടക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റേഷൻ വാങ്ങാൻ വരുന്നവരോട് ഇത് വാക്കാൽ പറയണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അതായത് ആർക്കൊക്കെയാണ് ഈ അരി കിട്ടുക എന്നുള്ളത് ശ്രദ്ധിക്കുക. സാധാരണ സമ്പുഷ്ടീകരിച്ച അരിയാണ് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത്. ഫോർട്ടിഫൈഡ് റൈസ്, അത് വിളർച്ച, പോഷകക്കുറവ്, വളർച്ചക്കുറവ് എന്നിവയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കേണൽ അതിൽ ആഡ് ചെയ്തുകൊണ്ട് വിതരണം ചെയ്യുന്ന അരിയാണ്. എന്നാൽ ഇപ്പോൾ സ്പെഷ്യലായി കൊണ്ട് വിതരണം ചെയ്യുന്നത് നമുക്ക് പൊതുവിപണിയിൽ നിന്നും 60 രൂപ വരെ വില കൊടുത്ത് വാങ്ങുന്ന ആ ഒരു അരിയാണ് വിതരണം ചെയ്യുന്നത്. അത് കുറച്ചും കൂടി റേഷൻ അരിയേക്കാൾ വേവ് കുറവായിരിക്കും. ആ ഒരു അരിയാണ് വിതരണം ചെയ്യുന്നത്. അത് നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 10 കിലോയും പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് 3 കിലോയുമാണ് ലഭിക്കുക. അത് 10-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ് ലഭിക്കുന്നത്. അപ്പൊ ആ അരി വാങ്ങി വേവിക്കുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുമായി പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ